നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീടിനടുത്ത് പോസ്റ്റ്മാൻ ജോലി നേടാം. 21,413 ഒഴിവുകൾ. സ്ത്രീകൾക്കും അപേക്ഷിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ് പാസ്സായി മികച്ച വിജയം നേടിയവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ്മാൻ ജോലി നേടാനുള്ള അവസരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈവശമുണ്ട്. കേരളത്തിൽ മാത്രം 1000-ലധികം ഒഴിവുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയവർക്ക് ഇന്ത്യ പോസ്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് ധൈര്യത്തോടെ അപേക്ഷിക്കാം. പരീക്ഷയില്ലാതെ നിങ്ങളുടെ 10ാം ക്ലാസ് പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതൊരു മികച്ച അവസരമാണ്. നിങ്ങളുടെ ഭാവി പണിയാനുള്ള ഒരു പടി ആയതിനാൽ താമസിയാതെ അപേക്ഷിക്കൂ. നിങ്ങളുടെ സ്വപ്ന ജോലി നേടാനുള്ള യാത്ര ഇതാ തുടങ്ങുന്നു. വിശദ വിവരങ്ങൾ നോക്കാം. ഇന്ത്യ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഡാക് സേവക്, GDS, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാസ്റ്റർ, ABPM, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, BPM തസ്തികകളിലേക്ക് 21,413 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ മാത്രം 1,385 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ലാംഗ്വേജ് മലയാളം, UR 740, OBC 292, SC 124, ST 20, EWS 158, ടോട്ടൽ 1,385. ഏജ് ലിമിറ്റ് ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെൻറ്റ് 2025 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെയും OBC വിഭാഗക്കാർക്ക് 43 വയസ്സ് വരെയും പ്രായപരിധിയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതാണ്. മറ്റ് സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: അപേക്ഷകൻ ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും 10ാം ക്ലാസ് സെക്കൻഡറി സ്കൂൾ പരീക്ഷ പാസ്സായിരിക്കണം. കണക്ക്, പ്രാദേശിക ഭാഷ മലയാളം, ഇംഗ്ലീഷ് എന്നിവ നിർബന്ധമോ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ ആയി പഠിച്ചിരിക്കണം. അടിസ്ഥാന കമ്പ്യൂട്ടർ അറിവ് ഉണ്ടായിരിക്കണം. പ്രാദേശിക ഭാഷാ യോഗ്യത: അപേക്ഷകൻ കുറഞ്ഞത് 10ാം ക്ലാസ് വരെ മലയാളം പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. സൈക്കിൾ വാഹനം ഓടിക്കാനുള്ള അറിവ്: എല്ലാ ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുകളിലേക്കും അപേക്ഷിക്കുന്നതിന് സൈക്കിൾ ഓടിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള അറിവുണ്ടെങ്കിൽ അത് സൈക്കിൾ ഓടിക്കാനുള്ള അറിവായി കണക്കാക്കും. സാലറി: 1 ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ 12,000 തൊട്ട് 29,380 രൂപ വരെ. 2 ABPM GDS 10,000 തൊട്ട് 24,470 രൂപ വരെ. ഈ പറഞ്ഞ ശമ്പളത്തിനധികമായി കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിനുള്ള അലവൻസ്, TRCA, ഡിയർനെസ് അലവൻസ്, DA തുടങ്ങിയ പ്രതിഫലങ്ങളും നൽകുന്നു. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് ദയവായി ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ്: ഉദ്യോഗാർത്ഥികൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ അപേക്ഷാ ഫീസ് സൗകര്യപൂർവ്വം അടയ്ക്കാവുന്നതാണ്. UR, OBC, EWS വിഭാഗത്തിൽപ്പെട്ട പുരുഷൻ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് 100 രൂപയാണ്. SC, ST, സ്ത്രീകൾ, PWD, ശാരീരിക വൈകല്യമുള്ളവർ, ട്രാൻസ് വനിത എന്നിവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഈ സൗകര്യങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഫീ സംബന്ധിച്ച വിവരങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. സെലക്ഷൻ: ഓൺലൈൻ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ അനുസരിച്ച് സ്വപ്രേരിതമായി ജനറേറ്റ് ചെയ്ത മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തും. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുകയും നിയമങ്ങൾ അനുസരിച്ച് സ്വപ്രേരിതമായി മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും. ഈ മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയ്ക്കായി വെയിറ്റേജ് നൽകില്ല.
തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് ഉദാഹരണം +2, ഡിഗ്രി തുടങ്ങിയവ വെയിറ്റേജ് നൽകുന്നതല്ല. അംഗീകൃത ബോർഡുകളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ മാനദണ്ഡം. മാർക്ക് ലിസ്റ്റിൽ മാർക്കും ഗ്രേഡും ഉള്ള ഉദ്യോഗാർത്ഥികൾ മാർക്ക് മാത്രം നൽകി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റിൽ മാർക്കും ഗ്രേഡും രണ്ടും ഉണ്ടെങ്കിൽ മാർക്ക് മാത്രം നൽകി അപേക്ഷിക്കണം. ഗ്രേഡ് നൽകി അപേക്ഷിച്ചാൽ അത്തരം അപേക്ഷകൾ നിരസിക്കപ്പെടും. ഗ്രേഡ് പോയിൻ്റ് അടങ്ങിയ മാർക്ക് ലിസ്റ്റുകൾ പരിവർത്തനം. ഗ്രേഡ് അല്ലെങ്കിൽ പോയിൻ്റ് സിസ്റ്റം അടങ്ങിയ മാർക്ക് ലിസ്റ്റുകളുടെ കാര്യത്തിൽ ഗ്രേഡ് അല്ലെങ്കിൽ പോയിൻ്റ് പരമാവധി പോയിൻ്റ് അല്ലെങ്കിൽ ഗ്രേഡിൻ്റെ 100ൻ്റെ ഗുണന ഘടകം 9.5 ഉപയോഗിച്ച് പരിവർത്തനം ചെയ്ത് മാർക്ക് കണക്കാക്കും. ഉദാഹരണത്തിന് ഒരു ഗ്രേഡ് 10 ആണെങ്കിൽ അത് മാർക്കായി മാറ്റുന്നതിന് 10 × 9.5 = 95 എന്ന് കണക്കാക്കും. പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റ് മൊബൈൽ വഴി അപേക്ഷിക്കുന്ന വിധം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2025 മാർച്ച് 3 മുമ്പ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുക. ഔദ്യോഗിക വിജ്ഞാപനം സ്ക്രീനിൽ കൊടുക്കുന്നു. അത് സന്ദർശിച്ച് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപേക്ഷ സമർപ്പിക്കൽ വിജ്ഞാപനം വായിച്ച് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ ഫീസ് ഉദ്യോഗാർത്ഥികൾ അടയ്ക്കേണ്ടതാണ്. അപേക്ഷയിൽ പൂരിപ്പിക്കേണ്ട വിവരങ്ങൾ: പേര്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പേരനുസരിച്ച് വലിയ അക്ഷരത്തിൽ സ്പേസുകൾ ഉൾപ്പെടെ. 2 പിതാവിൻ്റെ പേര്. 3 മൊബൈൽ നമ്പർ. 4 ഇമെയിൽ ID. 5 ജനനത്തീയതി. 6 ലിംഗഭേദം. 7 10ാം ക്ലാസ് പാസ്സായ സംസ്ഥാനം. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യുക. 8 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഭാഷ. 9 സ്കാൻ ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ പരമാവധി 50 KB. 10 സ്കാൻ ചെയ്ത ഒപ്പ് പരമാവധി 20 KB. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വായിച്ച് എല്ലാ വിശദാംശങ്ങളും ക്ലിയർ ചെയ്യുക. ശ്രദ്ധിക്കുക, എല്ലാ വിവരങ്ങളും ശരിയായി പൂരിപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഫീസ് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 മാർച്ച് 3 ആണ്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് അപേക്ഷ സമർപ്പിക്കുന്നത് ഉറപ്പാക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. ജോലി തരം: കേന്ദ്ര സർക്കാർ. ആകെ ഒഴിവുകൾ 21,413. ജോലിസ്ഥലം കേരളത്തിലുടനീളം. പോസ്റ്റിൻ്റെ പേര് GDS, BPM, ABPM. നിയമനം നേരിട്ടുള്ള നിയമനം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷിക്കേണ്ട തീയതി 2025 ഫെബ്രുവരി 10 മുതൽ അവസാന തീയതി 2025 മാർച്ച് 3. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.